കൊച്ചിയിൽ മംഗളവനത്തിന്റെ കമ്പിവേലിയിൽ മൃതദേഹം കണ്ടെത്തിയതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുവന്ന DGP KS സുദർശൻ DCP KS സുദർശൻ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇല്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു അൺനാച്ചുറൽ ഡെത്തിനായിട്ട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി വിശദാംശങ്ങളെല്ലാം അന്വേഷണത്തിന് ശേഷം അറിയിക്കാം. ഗേറ്റിന്റെ മുകളിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തി ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കൊച്ചി നഗരത്തിന്റെ നടുവിലാണ് ഈ മംഗളവനം. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിതിൻ അംബുജൻ തത്സമയം ചേരുകയാണ്. നിതിൻ, എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗളവനത്തിന് സമീപമാണ്. ഇപ്പോൾ ഫോറൻസിക് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന മംഗളവനത്തിന് ഇടതുവശത്തുള്ള CMFRAയുടെ ഗേറ്റിന് സമീപമാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. SKN സൂചിപ്പിച്ചപ്പോൾ തന്നെ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. നമുക്കറിയാം, സംരക്ഷിത വനമേഖലയാണ് മംഗളവനം. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇങ്ങനെ ഈ പരിസരത്ത് അധികമാരും പ്രവേശിക്കാറില്ല. ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇവിടെ വന്നത്, പൂർണ്ണ നഗ്നനായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രദേശത്തെ CCTV അടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഫോറൻസിക് സംഘം ഇവിടെ എത്തി അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. പോലീസിന്റെ ഭാഗത്തും ഇൻക്വസ്റ്റ് നടപടികളും പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ മതിൽ ചാടിക്കടക്കുന്നതിനിടയിൽ ഈ കമ്പിയിൽ കോർത്തതാകാം എന്ന ഒരു സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ അന്വേഷണമായി മുന്നോട്ട് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CCTV അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അതോടൊപ്പം ഇയാൾ മദ്യപിച്ച് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതായിട്ടുള്ള വിവരവും പോലീസ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഈ പ്രദേശത്ത് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അതെല്ലാം വിശദമായ അന്വേഷണം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും DCPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തി പരിശോധന നടത്തി. അദ്ദേഹം വ്യക്തമാക്കിയത് തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്തുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. SKN.